ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് സ്റ്റാൻഡേർഡ് 8 ഇംഗ്ലീഷ് ആണ്. മാർവലസ് ട്രാവൽ യൂണിറ്റ് 2 വിസ്മയ യാത്ര എന്ന പോമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹി ട്രാവൽസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ്? എന്തുകൊണ്ടാണ് കവി പറയുന്നത് കണ്ണുകളും ചിന്തകളും കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന്? The poet observes everything with attention. He enjoys his travel very much and tries to understand everything that comes along during his travel. പോയിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലായിടവും വളരെ കീനായി വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്ര വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ എന്ത് വന്നാലും അത് മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. Question, what does the poet mean by I travel with my pen? ഞാൻ പേനയും കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? He writes down all his experiences while traveling. He writes about everybody he come across, children, women and men. എന്താണ് അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസുകളും അദ്ദേഹം ആ പെന്നോണ്ട് ഡയറിയിൽ കുറിച്ചിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വരുന്നത് ആരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അതോ പുരുഷന്മാരായിക്കോട്ടെ, അവരെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഡീറ്റെയിൽ അദ്ദേഹം കുറിച്ചിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഞാൻ പേനയും കൊണ്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? പുതുതായി എന്തെങ്കിലും എൻ്റെ ജാതകത്തിൽ കടന്നു വരും. ഈ വരി അർത്ഥമാക്കുന്നത് എന്ത്? The poet have some experiences that would be sometimes life changing. അദ്ദേഹത്തിന് യാത്ര ചെയ്യുമ്പോൾ പലതരം എക്സ്പീരിയൻസുകളും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ചില എക്സ്പീരിയൻസ് എന്താണ്, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസുകൾ ആവാറുണ്ട് എന്നാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, who are the different types of people the poet meets during his journey? പലതരത്തിലുള്ള ഏതെല്ലാം ആളുകളെയാണ് കവി തൻ്റെ യാത്രയിൽ കാണുന്നത്? The poet meets men, women, children, little girls and tribesmen. ആരെയൊക്കെയാണ് പോയറ്റ് കാണുന്നത്? അദ്ദേഹം പുരുഷന്മാരെ കാണുന്നുണ്ട്, സ്ത്രീകളെ കാണുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്, കുഞ്ഞു പെൺകുട്ടികളെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ട്രൈബ്സ്മെൻ, ഗോത്രവർഗക്കാരെയും കാണുന്നുണ്ട്. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേർണി. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ്? ഓരോ അനുഭവവും ജീവിതയാത്രയിൽ വിലപ്പെട്ടതാണ്. ഈ വരി അർത്ഥമാക്കുന്നത് എന്ത്? The poet have both good and bad experiences during his journey. We have such experiences and situations in our life also. Life is a journey from birth to death. We face up and downs, but life keeps moving forward, facing all the challenges. എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു ജേർണിയിൽ എന്ന പോലെ നല്ല എക്സ്പീരിയൻസസും ചീത്ത എക്സ്പീരിയൻസസും ഉണ്ട് അല്ലേ. പക്ഷേ നമ്മളുടെ ലൈഫ് എന്താണ്, ലൈഫ് ഒരു ജേർണിയാണ്, ഒരു യാത്രയാണ്. ബർത്ത് തൊട്ട് ഡെത്ത് വരെ, ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്രയാണ്. അത് എന്ത് എക്സ്പീരിയൻസസും ഉണ്ടായിക്കോട്ടെ, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു യാത്രയും. ആ യാത്രയിൽ എന്ത് വന്നാലും ആ യാത്രയും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല എക്സ്പീരിയൻസസും ചീത്ത എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.